4500 ഓടിയിട്ടുള്ളൂ. അതും IMT ഡീസലില് സിംഗിൾ ഓൺഷിപ്പിൽ 4500 കിലോമീറ്റർ ഫുൾ ഓണിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടി. കേരള വണ്ടി നമുക്കൊരു അതർ സ്റ്റേറ്റ് വെഹിക്കിളിന്റെ പ്രൈസിന് കൊടുക്കാം. അത് നമുക്ക് ഫുൾ ഓണിലാണ്. സെഡ് ഓട്ടോമാറ്റിക് വെറും 85,000 കിലോമീറ്റർ അല്ലേ. അപ്പോൾ ഒറിജിനൽ കേരള 65,000 കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പിൽ 2.4 സെഡ് ഓട്ടോമാറ്റിക് ഫുൾ ഓണിൽ ട്രാക്ക് നെയിം ഇറക്കാം. അതും ഒറിജിനൽ കേരള വണ്ടി. ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ അത്യാവശ്യം നമുക്ക് ഫുൾ ഓണിലൊക്കെ ഇറക്കാൻ പറ്റുന്ന നല്ല കിടിലൻ കളക്ഷനൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത് 100ഓളം വാഹനങ്ങളിൽ അതിൽ ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ 10-70 വാഹനങ്ങൾ നമുക്ക് ഫുൾ ഓൺ തന്നെ ഇറക്കാം. പുതിയ സ്വിഫ്റ്റ്, അതേപോലെ ന്യൂജൻസ്, നമുക്ക് സെൽട്ടോസ് വരുന്നുണ്ട്, ക്രിസ്റ്റകൾ നല്ലൊരു കളക്ഷൻ വരുന്നുണ്ട്. ഈ ഒരു സൈഡിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് SUVകൾ നല്ലൊരു കളക്ഷനാണ്. ക്രെറ്റ, ഫോർച്യൂണറുകൾ നല്ലൊരു കളക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ള ബിക്ടോയിലാണ്. അഫ്സൽക്കാണ് കൂടുതൽ. അഫ്സൽക്ക, നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് നമുക്ക് വിഷു ഒക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ് അല്ലേ, വിഷുവിന് അടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ വിഷുവിൻ്റെ കളക്ഷൻസ് കൂടെ തന്നെ നമുക്ക് വെക്കേഷൻ ആണ്. അപ്പോൾ അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ടോട്ടൽ ഏകദേശം 100ഓളം കളക്ഷൻസ് ഉണ്ട് അല്ലേ, 90 വാഹനങ്ങളുണ്ട് അല്ലേ. ഏകദേശം നമുക്ക് ഫുൾ ഓണൊക്കെ എത്ര വാഹനങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ ഇതിൽ ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ വലിയ വാഹനങ്ങളൊക്കെ നമുക്ക് ഫുൾ ഓണിൽ കൊണ്ടുപോകാന്നുള്ളതാണ്. സാധാരണ നമുക്ക് ഒരു ബഡ്ജറ്റാണ്, കൂടെ തന്നെ നമുക്ക് ഇത്രയും വലിയ വാഹനങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് നമുക്ക് EMI എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഒത്തിരി വാഹനം നമുക്ക് ഫുൾ ഓണിൽ കൊണ്ടുപോകാം. നമ്മുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ മലപ്പുറം മഞ്ചേരി റൂട്ടിൽ പാണായി സൗദിപ്പുര. യെസ്. അപ്പോൾ അതാണ് നമുക്ക് ക്രിസ്റ്റകൾ ഉണ്ട്. അതിന് മുമ്പ് നമ്മൾ റെയർ പീസ് ഐറ്റത്തിൽ നിന്നാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് നമ്മൾ കിയുടെ കാർണിവൽ. സാധാരണ നമുക്ക് ഒരു പ്രീമിയം സെഗ്മെന്റിൽ ഒരു MPV വാഹനമൊക്കെ നോക്കുന്നവരെ സംബന്ധിച്ച് ഈ ഒരു വാഹനത്തിന്റെ ഹൈലൈറ്റ് എന്നാൽ നമുക്ക് ഈ ഒരു വാഹനം നമുക്കൊരു ക്രിസ്റ്റൊക്കെ വാങ്ങുന്ന പ്രൈസിന് കൊണ്ടുപോകാന്നുള്ളതാണ് അല്ലേ. അതായത് മസാജർ വരുന്നുണ്ട്, അതേപോലെ തന്നെ ഡുവൽ സൺറൂഫ് വരുന്നുണ്ട്, 7 സീറ്റർ ആണ്, ഡീസൽ ഓട്ടോമാറ്റിക് ആണ് അല്ലേ. ഏറ്റവും ഫുൾ ലോഡ് ലിമോസിൻ പ്ലസ് ആണ് വരുന്നത് അല്ലേ. അപ്പോൾ വൈറ്റ് ഫിനിഷിംഗില് നല്ലൊരു കിടില MPV, അത് നമുക്ക് റിയർ സൈഡ് റിക്ലൈനർ സീറ്റ്സ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി. എങ്ങനെയായിരുന്നു മോഡലൊക്കെ? 2022 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, 21 മോഡൽ അല്ലേ. കിലോമീറ്റർ എത്രയായിരുന്നു? കിലോമീറ്റർ 40,000 അല്ലേ. എത്ര നമ്മൾ 22 ലക്ഷം രൂപ കൊടുക്കുക. ലോൺ ഫുള്ള് ലോൺ കൊടുക്കുക അല്ലേ. ഏകദേശം ഇതിന് പുതിയതിനെ പറ്റിയ എമൗണ്ട് ഒരു 10-15 ലക്ഷം രൂപ മാറ്റം എന്തായാലും ഉണ്ടാവും, ഡിഫറൻസ് ഉണ്ടാവും. അത് നമുക്ക് ഫുൾ ഓൺ നമുക്ക് ചെയ്യാനും പറ്റും. അടുത്ത നമുക്കൊരു സിൽവർ ഫിനിഷിംഗ് ക്രിസ്റ്റയാണ് വരുന്നത്. അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. Type 3 ആണ് വരുന്നത്. ഏതായാലും ഇതിന്റെ മോഡൽ 2018 ഒറിജിനൽ കേരള വണ്ടി 85,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർഷിപ്പ്, സെഡ് ഓട്ടോമാറ്റിക്. അപ്പോൾ സെഡ് ഓട്ടോമാറ്റിക് ആണെന്നതിൽ ഉപരി നമുക്ക് ക്രിസ്റ്റൊക്കെ 1 ലക്ഷത്തിന് താഴെ കിലോമീറ്ററിൽ ഒറിജിനൽ കേരള വാഹനമൊക്കെ കിട്ടുന്ന ഇച്ചിരി കുറവാണ്. സോ നമുക്ക് 85,000 കിലോമീറ്ററിൽ സെഡ് ഓട്ടോമാറ്റിക്കൽ സിംഗിൾ ഓൺഷിപ്പ് വാഹനം 17,70,000 രൂപ ലോൺ ഫുള്ള് ലോണും കൊടുക്കാം. ബഡ്ജറ്റ് പ്രൈസ് ആണ്. ഒറിജിനൽ കേരള വണ്ടി നമുക്കൊരു അതർ സ്റ്റേറ്റ് വെഹിക്കിളിന്റെ പ്രൈസിന് കൊടുക്കാം. അത് നമുക്ക് ഫുൾ ഓണിലാണ്. സെഡ് ഓട്ടോമാറ്റിക് വെറും 85,000 കിലോമീറ്റർ അല്ലേ. അടുത്ത അതിന്റെ ഒരു പേൾ വൈറ്റ് ആണ്, 3rd ജെൻ ആണ് വരുന്നത്. ഇതേതായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2017 സെഡ് ഓട്ടോമാറ്റിക്, 3ാമത്തെ ഓണർഷിപ്പ്, റീ രജിസ്ട്രേഷൻ ആണ്. അതർ സ്റ്റേറ്റ് ആണ്. പക്ഷെ പേൾ വൈറ്റ് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ എൻക്വയറി ചെയ്യുന്ന ഒരു കളർ ആണില്ല. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 2 സംതിങ് ഓടിയിട്ടുണ്ട്. ഓക്കെ. എഞ്ചിന് മെക്കാനിക്കലിക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും. നമ്മൾ എത്ര രൂപ ചെയ്യാൻ പറ്റും ഈ വാഹനം? 15 ലക്ഷം രൂപ കൊടുക്കാം. ലോൺ ഫുള്ളും കൊടുക്കാം. ഫുള്ള് ലോണും ചെയ്യാൻ പറ്റും. 15 ലക്ഷമാണ്. അത് നമുക്ക് നമ്പർ ആയിട്ടുള്ള പ്രൈസ് ആണ് വരുന്നത്. നമ്പർ ആയിട്ടുള്ള പ്രൈസ് ആണ് നിലവിൽ വരുന്നത്. അടുത്താണ് ഒരു റെയർ പ്രൈസ് കളറാണ്. കാരണം നമുക്കിത് ബ്ലാക്ക് ആണോ വെച്ചാൽ ബ്ലാക്ക് ആണ്, എന്നാൽ ശരിക്കും ഒരു ബ്ലൂ ഫിനിഷ് ഷെയ്ഡിൽ വരുന്ന ഒരു റെയർ പ്രൈസ്, ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു കളറിൽ നമുക്കൊരു സ്പെഷ്യൽ എഡിഷൻ ക്രിസ്റ്റൊക്കെ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. Type 2 ആണ് ക്രിസ്റ്റന്റെ. Type 2 ആണ് വരുന്നത്. 2022 മോഡല് 2.4 സെഡ് ഓട്ടോമാറ്റിക്. ഒന്നുകൂടെ മൈലേജ് കൂടുതൽ കിട്ടൂല. ഒറിജിനൽ കേരള 61,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ്. അതായത് 61,000 എന്നൊക്കെ പറഞ്ഞാൽ ലോ കിലോമീറ്റർ വണ്ടിയാണ്. ഒറിജിനൽ കേരള സിംഗിൾ ഓൺഷിപ്പ് വണ്ടി 25 ലക്ഷം രൂപ. 25 ലക്ഷം രൂപയ്ക്ക് ട്രാക്കും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണെങ്കിൽ ഫുൾ ഓൺ കൊടുക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ 1-2 മുടക്കേണ്ടി വരും. അപ്പൊ അതാണ് നല്ല ട്രാക്കിന് ഫുൾ ഓൺ. അല്ലെങ്കിൽ വണ്ടിക്ക് കിട്ടാല്ല. 2.4 ആണ്, സെഡ് ഓട്ടോമാറ്റിക് ആണ്, 22 മോഡലാണ്. ഓക്കെ. കാരണം ഇപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക് പ്രൊഡക്ഷൻ നിർത്തിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഒറിജിനൽ കേരള 65,000 കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പിൽ 2.4 സെഡ് ഓട്ടോമാറ്റിക് ഫുൾ ഓണിൽ ട്രാക്ക് നെയിം ഇറക്കാം. അതും ഒറിജിനൽ കേരള വണ്ടി. അടുത്തത് നമുക്കൊരു കിടില ഐറ്റാണ്. അത്യാവശ്യം നമുക്ക് അഡീഷണൽ ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ട് Type 1 തന്നെ കിടക്കുന്ന വണ്ടി അല്ലേ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2019 മോഡല് G4 പ്ലസ് ഓട്ടോമാറ്റിക്. G4 പ്ലസ് ഓട്ടോമാറ്റിക് ഒറിജിനൽ കേരള. ഒന്നുകൂടെ ബഡ്ജറ്റ് ആണ്. 10 ഓടിയിട്ടുണ്ട്. ഒന്നുമില്ലല്ലോ. ഇല്ലല്ല. ഇത് നമുക്കൊരു 16 ലക്ഷം രൂപ ലോൺ ഫുള്ളും കൊടുക്കാം. ഫുൾ ലോണിൽ ഒറിജിനൽ കേരള വണ്ടി G4 പ്ലസ് ഓട്ടോമാറ്റിക്. കിലോമീറ്റർ 1.10 ഓടിയിട്ടുണ്ട്. ചോദ്യം പറഞ്ഞത് 16 ഫുൾ ഓൺ ചെയ്യാം. ഒറിജിനൽ കേരള വണ്ടിയാണ്.
അടുത്ത തവണ നമുക്ക് സെൽട്ടോസ് ആണ്, അതും ഫുൾ ബ്ലാക്കില് 2024 മോഡൽ 24 മോഡൽ ഡീസൽ IMT 4500 കിലോമീറ്റർ. എന്താണ് ഇതൊന്ന് ഓട്ടാൻ വേണ്ടി ഓടാൻ മറന്നതാണ്. അതായത് നമുക്ക് ക്ലച്ച്ലെസ് ആണ്, എന്നാ മാനുവലും ആണ് അല്ലേ. ഡീസലാണ്, ഏറ്റവും ന്യൂ ഷേപ്പും ആണ്. അതേപോലെ തന്നെ നമുക്ക് വെറും 4500 കിലോമീറ്റർ ഡീസൽ IMT. എത്ര ചോദിക്കുന്നു നമ്മളിതിന്? ഇത് നമുക്ക് ഒരു 15 ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും ചെറിയ വിട്ടി ചെയ്ത് കൊടുക്കാം, ലോൺ ഫുള്ളും കൊടുക്കാം. ഫുള്ള് ലോണിൽ ചെയ്യാം. അപ്പൊ ഇതിന്റെ ഹൈലൈറ്റ് പറഞ്ഞാൽ 4500 ഓടിയിട്ടുള്ളൂ, അതും IMT ഡീസലില് സിംഗിൾ ഓൺഷിപ്പിൽ 4500 കിലോമീറ്റർ ഫുൾ ഓണിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടി. അടുത്ത തവണ നമുക്ക് ന്യൂ ഷേപ്പിൽ വരുന്ന സ്വിഫ്റ്റ് 2025 സ്വിഫ്റ്റ് വെറും 5000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. എന്താണ് ഇവിടുന്നാണ് ഇത്ര ചെറിയ കിലോമീറ്റർ? ഫുള്ള് ലോ കിലോമീറ്റർ വണ്ടിയാണ്. നമുക്കൊരു 690 കൊടുക്കാം. 690 അല്ലേ? ലോൺ ഫുള്ളും കൊടുക്കാം. മാനുവലാണോ? മാനുവലാണ്. നമുക്ക് ഫുൾ ഓണിൽ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. അത് നമുക്ക് വെറും 6000 കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയില്ല. 6.5 ലക്ഷം രൂപ ഫുൾ ഓൺ. 6,90,000 ആണ്. അത് നമുക്ക് ഫുൾ ഓണിൽ ചെയ്യാൻ പറ്റുന്ന വണ്ടി. അത് നമുക്ക് ഓൾട്രോസ് ആണ്, വിത്ത് ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്ന KL 18 വടകര, കോഴിക്കോട് വടകര രജിസ്ട്രേഷൻ അല്ലേ? എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2020 മോഡല്, സിംഗിൾ ഓണർഷിപ്പ് 40 സംതിങ് ഓട്ടം. ഓക്കെ. ഇത് നമുക്കൊരു 390 കൊടുക്കാം, ലോൺ ഫുള്ളും കൊടുക്കാം. ഫുള്ള് ലോണ് 3. ഒരു ഓൾട്ടോന്റെ പ്രൈസിന് ഒരു ഓൾട്രോസും ഉണ്ടാവും. അത് നമുക്ക് 4 സ്റ്റാർ റേറ്റിംഗ് ഉള്ള വണ്ടിയാണ്, ഫുൾ ഓൺ അല്ലേ? അടുത്തൊരു 7 സീറ്റർ ആണ്, റെനോ ട്രൈബർ 2019 മോഡല് 20 റേസർ, സിംഗിൾ ഓണർഷിപ്പ് 65,000 കിലോമീറ്റർ. ഓക്കെ. നമുക്ക് 4 ലക്ഷം രൂപ കൊടുക്കാം, ലോൺ ഫുള്ളും കൊടുക്കട്ടെ. അതാണ് 7 സീറ്റർ ഓഫർ അടിച്ചു വിടുകയാണ്. അതും നമുക്ക് 7 സീറ്റർ വാഹനം നമുക്ക് ഫുൾ ഓണില്, അതും ചെറിയൊരു പ്രൈസിന്. അടുത്തൊരു മാരുതി സുസുക്കി ബ്രസ ഡോൾട്ടൂൺ ആണ്, റെഡ് ആൻഡ് ബ്ലാക്കിൽ 2022 മോഡല്, സെമി ഹൈബ്രിഡ്. ഓക്കെ. അത്യാവശ്യം നല്ല മൈലേജും ഉണ്ടാവും, കാര്യങ്ങളുണ്ടാവും. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ് 40,000 കിലോമീറ്റർ ഉള്ളിൽ ഓടിയിട്ടുള്ളൂ. ഓക്കെ. ചെറിയ കിലോമീറ്റർ ആണ്, സിംഗിൾ ഓണർഷിപ്പ്. 7,90,000 രൂപ കൊടുക്കാം, ലോൺ ഫുള്ളും കൊടുക്കാം, 10,000 EMI കൊടുക്കാൻ പറ്റും. അപ്പൊ അതാണ് നമുക്ക് ക്യാഷ് ബാക്കിൽ വണ്ടി ഇറക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. അടുത്ത നമുക്കൊരു ഇന്നോവയാണ്, നിലവിൽ കേരള BMWയിൽ നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വണ്ടി. ഇതെങ്ങനെയായിരുന്നു മോഡല്? 2014 ഒറിജിനൽ കേരള, സെക്കൻഡ് ഓണർഷിപ്പ് 70,000 കിലോമീറ്റർ. സൈഡ് സ്കേറ്റിംഗ്, അത്യാവശ്യം ടയേഴ്സ് വരുന്നുണ്ട്, അല്ല ആയിക്കോട്ടെ ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ചോദിക്കുന്ന പ്രൈസ് പറഞ്ഞാൽ പ്രൈസ് നമുക്ക് 9 ലക്ഷം രൂപ കൊടുക്കാം. 9 ലക്ഷം രൂപ, ഏകദേശം ഒരു 1.5 രൂപ കണ്ട് ഇറക്കാം, സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. വീണ്ടും നമുക്കൊരു ഇന്നോവ തന്നെയാണ്. ഇത് ഒറിജിനൽ കേരളമാണ് വണ്ടി വരുന്നത്. ഇത് നമ്പർ ആയതാണ്, KL 8 തൃശ്ശൂർ രജിസ്ട്രേഷൻ ആണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2013 മോഡല്, 1 സംതിങ് കിലോമീറ്റർ കറക്റ്റ് സർവീസിലുണ്ട് രജിസ്ട്രേഷന്. ഓക്കെ. ഇത് നമുക്കൊരു 690 കൊടുക്കാം. 690 അല്ല, ബെസ്റ്റ് പ്രൈസ് ആണ്. 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ കഴിയും. 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഇറക്കാനും പറ്റും. മറ്റേ സെയിം 2013 തന്നെ, അത് സിൽക്കി ഗോൾഡ് ആണ് അല്ലേ? ഏറ്റവും ഡിമാൻഡുള്ള കളറാണ്. ഇത് നമുക്ക് എങ്ങനെ ചോദ്യം എങ്ങനെയായിരുന്നു? 690 2013 G4 അല്ല. അപ്പോൾ ഇന്ത്യയിലൊക്കെ നല്ല കിടുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിന്നുണ്ടായിരുന്നത് നമ്മളെ ബിഗ്ടോയിലാണ്. ഫസ്റ്റത്തെ 3 പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് പാർട്ട് ഇവിടെ താൽക്കാലികമായിട്ട് നിർത്തുകയാണ്. അടുത്തൊരു പാർട്ടിൽ നമുക്ക് ഫോർച്യൂണറുകൾ, ക്രച്ചകളൊക്കെ അത്യാവശ്യം നല്ല കളക്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വിഷുവിനൊക്കെ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല വാഹനങ്ങളൊക്കെ ആഗ്രഹിക്കുന്നു എങ്കിൽ നമുക്ക് EMI, അതേപോലെ തന്നെ നമുക്ക് നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും തരാതെ നമുക്ക് വാഹനങ്ങൾ ഇവിടെ നിന്ന് ഇറക്കി കൊണ്ടുപോകാം. അത് ക്യാഷ് ബാക്കിലൊക്കെ ഉള്ള വാഹനങ്ങളുണ്ട്. ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ മലപ്പുറം മഞ്ചേരി റോഡിൽ പാണായി സൗദിപ്പുഴയാണ്. കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി വീഡിയോയിൽ കാണുന്ന നമ്പർ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സ് ആരെങ്കിലും വാഹനം എടുക്കാൻ ഉദ്ദേശിച്ചു തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക. സോ പുതിയൊരു വീഡിയോ വരുന്നതിന് വേണ്ടി കാണാം. റിയാസ് അഫ്സൽക്ക.